പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം 14ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വടക്കൻ ഇസ്രയേലിലെ സർസിർ നഗരത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. 30 പേർക്ക് പരിക്കേറ്റതായാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജെറുസലേമിൽ നിന്ന് 100 കിലോമീറ്റർ മാത്രം അകലെയാണ് സർസിർ നഗരം. ലെബനോൻ അതിർത്തിയോട് ചേർന്നുമാണ് ഈ നഗരം. മിസൈൽ പതിച്ചതിന് പിന്നെ ഗ്ലാസ് ചീളുകൾ തുളച്ചു കയറിയാണ് മിക്കവർക്കും പരിക്കേറ്റതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാന്റെ സഹായത്തോടെ ഹിസ്ബുള്ളയാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. അതിനിടെ മധ്യ ദുബായിൽ വീണ്ടും സ്ഫോടനമുണ്ടായെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഉഗ്രസ്ഫോടനത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങിയെന്നും വലിയ പുകപടലങ്ങൾ ഉയർന്നുവെന്നും AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്നും ഇതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്നും ദുബായ് ഭരണകൂടം അറിയിച്ചിരുന്നു. എന്നാൽ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചുവെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 10 ബലിസ്റ്റിക് മിസൈലുകളും 26 ഡ്രോണുകളുമാണ് UAE പ്രതിരോധിച്ചത്. US കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെത്തിയവയായിരുന്നു ഇതെന്നും അധികൃതർ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ദുബായിലെ അൽ ബദായിൽ ഒരു ഡ്രോൺ ഇന്നലെ വീണു. ബഹ്റിനിൽ ഇന്ന് പുലർച്ചെയും സൈറണുകൾ മുഴങ്ങി. പിന്നാലെ ബഹ്റിൻ വിമാനത്താവളത്തിന് സമീപം തീപിടുത്തവും റിപ്പോർട്ട് ചെയ്തു. എണ്ണ ടാങ്കുകൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്നായിരുന്നു ഇതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ആശങ്കപ്പെടേണ്ടതില്ല എന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇറാൻ തൊടുത്ത 16 ഡ്രോണുകൾ പ്രതിരോധിച്ചുവെന്ന് സൗദി അറേബ്യയും അറിയിച്ചു. ആദ്യം 9 ഡ്രോണുകൾ കൂട്ടത്തോടെ എത്തിയെന്നും പിന്നാലെ 7 എണ്ണം കൂടി വന്നുവെന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് എക്സ് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത്. ഷെയ്ബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് ദിവസങ്ങളായ ആക്രമണം നടക്കുകയാണെന്നും ഫലപ്രദമായി പ്രതിരോധിക്കുന്നുവെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിനിടെ ലെബനനിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 15 പേരെ വധിച്ച ഇസ്രയേൽ നടപടിയെ ഖത്തർ അപലപിച്ചു. തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് 9 പേർ കൊല്ലപ്പെട്ടത്. 6 പേർ മറ്റ് 2 നഗരങ്ങളിലായാണ് കൊല്ലപ്പെട്ടത്. മനുഷ്യാവകാശ ലംഘനമാണ് ഇസ്രയേൽ നടത്തിയതെന്നും അവസാനിപ്പിക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനെതിരായ യുദ്ധത്തിനിടെ പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കയുടെ സൈനിക വിമാനം തകർന്നു വീണതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. എന്നാൽ വിമാനം വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായി KC-135 സൈനിക വിമാനമാണ് തകർന്നു വീണത്. ഇന്ധനം നിറയ്ക്കുന്ന വിമാനമാണിത്. പൈലറ്റ്, കോ പൈലറ്റ്, വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഭൂം ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കുന്ന 3 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്ന് US വ്യോമസേന അറിയിച്ചു. ആക്രമണത്തിനിടെയല്ല വിമാനം തകർന്നു വീണതെന്നാണ് US അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം USന്റെ KC-135 വിമാനം തകർത്തത് ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പാണെന്ന് വ്യക്തമാക്കി ഇറാൻ സൈന്യം രംഗത്തെത്തിയിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിമാനം വീഴ്ത്തുകയായിരുന്നുവെന്നാണ് ഇവർ അവകാശപ്പെട്ടത്. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയ്ക്ക് ഇത് 4ാമത്തെ വിമാനമാണ് നഷ്ടമാകുന്നത്. നേരത്തെ 3 F-15 വിമാനങ്ങൾ തകർത്തിരുന്നു. മറ്റൊരു വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയെന്നും US അറിയിച്ചു. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി US സേനയിൽ KC-135 വിമാനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 37 പേരെ വഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഭരണകൂടത്തിൽ വിള്ളലില്ലെന്നും ഇപ്പോഴും സംഘടിതമാണെന്നും ഉടനൊന്നും നിലം പതിക്കില്ലെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇറാനു നേരെ USഉം ഇസ്രയേലും നടത്തുന്ന രക്തരൂക്ഷിത യുദ്ധം 2 ആഴ്ച പൂർത്തിയാകുമ്പോഴാണ് വിഷയവിദഗ്ധരായ 3 പേരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തകർച്ചാ ഭീഷണി നേരിടുന്നില്ല എന്നും ജനതയ്ക്കുമേൽ അവർക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ടെന്നുമാണ് വിവിധ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിലെ വിവരം. യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില കുത്തനെ ഉയരുന്നത് ട്രംപ് സർക്കാരിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധം US ഉടനെ തീർക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. എന്നാൽ ഇറാൻ നേതാക്കൾ അവരുടെ നിലപാടുകൾ ഉറച്ചുനിന്നാൽ യുദ്ധത്തിന് USന് സ്വീകാര്യമായ പര്യവസാനം കണ്ടെത്തുകയെന്നത് ബുദ്ധിമുട്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.